അതിനകത്തൊന്നുമില്ല, അതൊക്കെ തീർന്ന്. ഒരു സാധനം ഇല്ല. അപ്പൊ അമ്മാമ എന്തോ വാങ്ങിച്ചു വെച്ചിട്ട് തിന്നുന്നുണ്ട്, അതിന്ന് പോയി എന്തേലും തിന്നു. ആണോ? വെറുതെ തല്ലുപിടിക്കണ്ടായിരുന്നു. ഒരു പരിപാടിയില്ലല്ലോ. ആണെങ്കിലും പോയാലാ. എടാ, ആ സീരിയലൊന്നും കാണാനാണ്. റിമോട്ടൊന്നും തരുമോ? അയ്യോ, സിനിമ കണ്ടോണ്ടിരിക്കാണ്. സിനിമയല്ല, വാർത്ത മെയിനായിട്ട് വാർത്ത. നീ തിരിച്ചപ്പുറത്ത് വെക്കണതല്ലാണ്ട് നീ ഇത് കാണുന്നില്ല. ഞാനൊന്ന് കണ്ടടാ. പലതും ഉണ്ടാവും. ഇന്നലെ രാത്രി അപ്പൻ്റെ എനിക്ക് ചീത്തയും കേട്ട് തല്ലും കേട്ട് ഇടപെട്ടില്ലല്ലോ. നോക്കി ചിരിച്ചോണ്ടൊന്നില്ലേ. ഞാൻ ഇന്ന് വാർത്ത കാണുന്നുണ്ട്. വാർത്തയിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അത് നിനക്ക് തല്ല് കിട്ടേണ്ടതാണ്. അതാണ് ഞാൻ ഇടപെടാഞ്ഞത്. ആദ്യം റിമോട്ട് എടുത്ത് കൈ പിടിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കാണാമായിരുന്നു. റിമോട്ട് ആരുടെയാണോ അവന് ഇഷ്ടമുള്ളത് കാണാം. അതാണ് ഇവിടുത്തെ നിയമം. എങ്ങനെയെങ്കിലും അവനോട് റിമോട്ട് കയ്യിലാക്കണം. അതല്ലാണ്ട് പറ്റൂല. എന്ത് ചെയ്താലും പറ്റൂല. എടാ ജെൻസോ, മീനില് മണ്ണെണ്ണ ഒഴിച്ചേക്കണ്. കുഴപ്പമൊന്നുമില്ല. ദൈവമേ, റിമോട്ട് അമ്മാമ്മയുടെ കളി. എന്ത് ചെയ്ത് വെച്ചോണ്ട് പോയിന്നോ? ഹലോ, അമ്മാമി ഈ കളിയല്ല, ഇതിന്റെ അപ്പുറത്തെ കളി കളിക്കുമെന്ന് എനിക്കറിയാം. കളി എന്നോടാ. ഇതില്ലാതെ അത് വർക്ക് ചെയ്യില്ല. നീ എന്താണ് പറഞ്ഞത്? റിമോട്ട് ഉള്ളവർക്ക് ഇഷ്ടമുള്ളത് വയ്ക്കാം. റിമോട്ട് എല്ലാം എനിക്ക് ഇഷ്ടമുള്ളത് വയ്ക്കാടാ. ആ ബാറ്ററി വന്നേക്കടാ. കാരണം അമ്മാനാടാണ്ട്. നിയമത്തിന്റെ ഒഴുകി കിടക്കട്ടെ. എനിക്കും കിട്ടും അവസരം. വേണമെങ്കിലേ എഴുന്നേറ്റ് വന്ന് ഇട്. സ്വിച്ച് ഞാനിട്ടതാണ്. എടാ, നിന്നെ ശരിയാക്കി തരാടാ. എനിക്ക് അതിനെ കൈ കെട്ടും. നല്ല തട്ടാണോ. എന്ത് വില എടുത്തന്നെ കയ്യിലാക്കണം. മനുഷ്യനോട് വിശന്നിട്ടും മാമേ, എന്താ പരിപാടി? സീരിയലൊന്നും കാണില്ലേ? കാണണം. സമയമായിട്ടില്ലേ? സമയമായിട്ടില്ല. പിന്നെ എന്താണ്? രാവിലത്തെ കലിപ്പി തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. മൈൻഡ് പോലും ചെയ്യണില്ല. ഒറ്റക്കരം തിന്നണ്ടില്ലേ? പക പോക്കെയാണല്ലേ മോള്. നിലത്തേണ്ട നോയിക്കോ. ഇനി ഇവിടെ ക്രീം ബിസ്ക്കറ്റുകൾ വരും. കാണിച്ചുതരാം ഞാൻ. എന്നെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒരു ബിസ്ക്കറ്റ് പോലും തരില്ല. ഒരു ബിസ്ക്കറ്റ് പോലും. മോളതും പാക്കറ്റ് മുഴുവൻ തിന്നല്ലേ. വിശന്ന് വരും. ഞാനിവിടെ ഇരിക്കണ കാര്യം ഓർത്തില്ല? ഓർക്കൂല. ശരിയാക്കി തരാം. ബിസ്ക്കറ്റ് മുഴുവൻ തിന്നേക്കണ്ടി. വാശിക്ക് വാശി. നിന്റെ എത്ര രൂപയുണ്ട്? എന്റെ 10 പൈസ ഇല്ല. അവിടെ ഒരു 12 രൂപ ഉണ്ട്. 10 പൈസ ഇല്ലെന്ന് പറഞ്ഞു. 12 രൂപ ഉള്ളാകെ. ഓ, എവിടെ ഇരിക്കുന്നു? ആലമാരിപ്പുണ്ട്. ഞാൻ എടുത്തോളാം. ആ 12 രൂപ കൂടെ തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സാലറി വന്നിട്ടുണ്ട് കേട്ടാ. പിച്ചക്കാര് വന്നാൽ പോലും കൊടുക്കാൻ പൈസ ഇല്ല. ചേച്ചി, ജിൻസനാ ക്രീം ബിസ്ക്കറ്റ് അല്ലേ? 15 രൂപ. അതെങ്ങനെ മനസ്സിലായി? തന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോവായിരുന്നു. എന്തിനാടാ? അല്ല, ക്രീം ബിസ്ക്കറ്റ്. അത് അമ്മാമ്മ കൊണ്ടുപോയല്ല. പൈസ നീ കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞു. കൊണ്ടുപോയിന്ന? അല്ല, അത് എന്നാ അപ്പന്റെ പറ്റിലൊരു ബിസ്ക്കറ്റ് വാങ്ങിച്ചാലോ? അതെയോ? അപ്പച്ചന്റെ പൈസ കുറച്ച് അധികമായിട്ടുണ്ട് കേട്ടാ. കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു കേട്ടാ. ആണോ? കടം ചോദിച്ചാലോ? എന്നാ തൽക്കാലം അങ്ങോട്ട് വെച്ചാക്ക്. കടം പറയരുത്. കടം കൊടുക്കൽ നിർത്തിയോ? നടക്കട്ടെ. ഇവിടെ അല്ലേ? അതിന്റെ അപ്പന് വിട്ട കാശ് എന്റെ കൈ കിടക്കണം. എന്നിട്ടാണ് അവൻ കളിക്കട്ടെ. എവിടെ വരെ കളിക്കുന്നൊന്നും നോക്കാല്ല.